പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയുടെ പ്രാരംഭ ദിവസം നമ്മെ കാണിക്കുമാറാക്കിയ ദൈവം ഇത് രാവിലെ ദൈവസന്നിധിയിൽ പാടി ആരാധിപ്പാൻ, ഈ പകൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നവർ ആ കരങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ ഒടുവിലത്തെ മാസം ഏതാണ്ട് പകുതിയോളം നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ആമേൻ രാത്രി നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. കഴിഞ്ഞ വർഷത്തിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ ആമേൻ ചിന്തിച്ച, ആമേൻ കണക്ക് കൂട്ടിയ പലരുടെയും കണക്ക് കൂട്ടലുകൾ തകർന്ന് ധരിപ്പണമായപ്പോൾ, പലരും നഷ്ടപ്പെട്ടപ്പോൾ, പലരുടെയും സംരംഭങ്ങൾ പൂവണിയാതെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞ ലോകത്ത് ആമേൻ പ്രത്യാശ നഷ്ടപ്പെട്ടവരായിട്ടല്ല, പ്രത്യാശ ഉള്ളവരായി ഇന്ന് രാത്രിയിലും ആയിരിക്കാൻ കൃപ നൽകുന്ന കർത്താവിന് കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മകൾ ദൈവം നൽകിയെങ്കിൽ ഇന്ന് രാത്രി അതോർത്ത് സന്തോഷമുള്ളവർ അത്തരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ ബാലസിംഹങ്ങൾ വിലകെട്ടാതെ വിശദിക്കും. എങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും എന്ത് ചെയ്യത്തില്ല, മുടക്കം വരത്തില്ല. ഹല്ലേലൂയ, ആമേൻ. പലരും ആമേൻ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പലതും തേടിപ്പോയി പലതിലും കുടുങ്ങി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും കുടുങ്ങി തകരാതെ കണ്ട് കൊടുക്കാൻ നോക്കിയവരുടെ മുമ്പിലും ആമേൻ തളരാതെ ശക്തിയോടെ നിൽക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രിയിലും അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കണ്ണുകളടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയുടെ പ്രാരംഭ ദിവസം കാണുമാറാക്കിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ അനുഭവിച്ചുകൊണ്ട് ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലായിരുന്ന ദൈവജനത്തിന് പാടി ആരാധിപ്പാൻ സ്വർഗം കൃപ ചെയ്തല്ലോ. വിദേശ രാജ്യങ്ങളിലായിരുന്നവർ ഇന്ന് പകലിലും സുരക്ഷിതരായിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. സ്നേഹതീരം പ്രയർ ഫാമിലിയോട് കൂടെ ഇന്ന് പകൽ ആരാധിച്ച ആമീൻ സ്വദേശത്തും വിദേശത്തുമായിരുന്ന അനേക പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഇടയാക്കിയ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകരാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനവുമായി ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ ആ കർത്താവെ ശുശ്രൂഷിപ്പാൻ അടിയനെ വിശ്വസ്തനെ നെണ്ണി ഈ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുകയാ. ഇന്ന് രാത്രി അവിടുന്ന് നടത്തിയ എല്ലാ വിധങ്ങൾക്കൊത്തവണ്ണം നന്ദിയുള്ളവരായി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ശുശ്രൂഷിപ്പാൻ അടിയങ്ങളെ കുടുംബമായി സഹായിച്ചാട്ട് സ്നേഹതീരം പ്രയർ ഫാമിലി ആമേൻ ഫേസ്ബുക്ക് ആമേൻ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വദേശത്തും വിദേശത്തും ആയിരിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തിയാ ഇന്ന് രാത്രി അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് അങ്ങേക്ക് പ്രാർത്ഥിക്കുന്നു. ചില രോഗികൾ സൗഖ്യമാകുവാൻ, ഭാവിക മനനിലയുവാൻ, പിന്മാറ്റക്കാർ ജീവന്റെ പഠനത്തിന്റെ ശക്തി എന്റെ രാത്രിയിൽ വിശ്വസിക്കുന്നവരുടെ ജീവശക്തിയായി വെളിപ്പെട്ടു വരുവാൻ അതും അവിടത്തേക്ക് അടികൾക്കായി കാലൊരു ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞ സന്തോഷമുള്ളവർ, ഹല്ലേലൂയ, സന്തോഷമുള്ളവർ ചിരിച്ചോണ്ട് ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
പലപ്പോഴും പലരും കരഞ്ഞുകൊണ്ടാണ് ഹല്ലേലൂയ പറയുക. ഹല്ലേലൂയ. പലപ്പോഴും സങ്കടപ്പെട്ട പലരും ഹല്ലേലൂയ പറയാം. എന്താ കാരണം എന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. ആഗ്രഹിച്ച ആമേൻ അതേ മേഖലകളിലേക്ക് ഉയർന്ന് വരുവാൻ കഴിയാതെ കണ്ണുനീരിലും ദുഃഖത്തിലും ശാരീരികമായ രോഗത്തിലും ദുഷ്ടപിശാച് അനേകരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊന്നും സഫലീകരിക്കപ്പെടാതെ ആമേൻ അതേ ശത്രുവായവൻ അവർക്കെതിരെ പ്രതിയോഗിയായി എഴുന്നേൽക്കുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ അതേ കഴിവില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കരയണം. ദൈവസന്നിധിയിൽ ദൈവം നൽകിയ നന്മകളെ ഓർത്ത്, ദൈവം നടത്തിയ ആ വലിയ വിടുതലുകളെ ഓർത്ത് ഹല്ലേലൂയ കരയണം. ഹല്ലേലൂയ. ദൈവം നൽകിയ നന്മകളെ ഓർത്ത് കരയണം. അത് സന്തോഷത്തിന്റെ കാര്യത്തില്. ഹല്ലേലൂയ. എന്നാൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. ആമേൻ. കണ്ണുനീരോടെ ദൈവവചനം ധ്യാനിക്കണം. ഹല്ലേലൂയ. കണ്ണുനീരോടെ ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നിശ്ചയമായും ആർപ്പോടെ കൊയ്തെടുക്കുവാൻ അതേ സ്വർഗത്തിലെ ദൈവം ആമേൻ പ്രവർത്തിക്കും. സന്തോഷമുള്ളവർ കരമടിച്ച് കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റവാനിടുമ്പോൾ കണ്ണുനീർ എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലിനെ അതെ മറന്ന് കളയുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ആരും കാണാതെ കണ്ണുനീരോടെ രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ കരയുന്ന ദൈവ പൈതലെ കണ്ണുനീർ കണ്ണുനീർ കാണുമ്പോ മനസ്സലിയുന്നവർ ചെറുപാടാണ്. കണ്ണുനീർ കാണ്ടവന് എത്ര പേർ ആത്മഭാരത്തോടെ കരയുന്നവരുണ്ട്? ഹല്ലേലൂയ. ഒരാത്മാ ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് എത്ര പേർക്ക് ഭാരമുണ്ട്? കൂടപ്പുറപ്പാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയാകട്ടെ, ഈ ദുഷ്ടലോകത്ത് ആമേൻ തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാച് കെണിയൊരുക്കി അതിനകത്ത് അനേകരെ കുരുക്കി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നത് കൊണ്ട് ആമേൻ വചനം അവർക്ക് ഉൾക്കൊള്ളുവാനോ അതനുസരിക്കുവാനോ കഴിയാതെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മഭാരത്തോടെ ഇന്ന് രാത്രി എത്ര പേർ ചേർന്ന് പാടി ഹല്ലേലൂയ. അതിനും കരയുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ അതെ നടക്കാനായിട്ടാ, നേടിയെടുക്കാനായിട്ട് അതൊക്കെ വേണമെന്നേ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നീതിയും രാജ്യവും അന്വേഷിപ്പി, അതോടുകൂടെ ഇതൊക്കെ ലഭിക്കും. ഏതൊക്കെ? ആമേൻ. കർത്താവ് അക്കമിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച യേശു കർത്താവ് പറഞ്ഞു, ആമേൻ, നീതിയെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ച് നീ ആദ്യം പ്രാർത്ഥിക്കുക. സെക്കൻഡറിയാ എന്ത് തിന്നും എന്തുടുക്കും. ഹല്ലേലൂയ. അന്നന്ന് ആവശ്യമുള്ള ആഹാരം യെസ് നല്ലതാ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഒന്നാമത് ദൈവരാജ്യത്തിന്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുവാനായി ചേർന്ന് പാടാം. കണ്ണുനീർ താഴ്വരയിൽ കണ്ണുനീർ
ദേവനായി സദാനു ആമേ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാത്രി ആമേൻ ദൈവസന്നിധിയിലായിരിക്കുന്ന വിശേഷാൽ സ്നേഹതീരം പ്രേയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ആമേൻ ദിനംപ്രതി കൂട്ടായ്മ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം ചൊല്ലുന്നു. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. മാർത്തയുടെയും മറിയുടെയും ആമേൻ ആ കണ്ണുനീരും അതേ നിരാശയും നിറഞ്ഞ ഭവനത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ കണ്ടുകൊണ്ട് അക്കാലത്ത് യഹൂദന്മാർ വന്ന് പ്രിയ സഹോദരൻ ലാസർ മൺമറഞ്ഞു കല്ലറയിൽ അടക്കം ചെയ്തു. കരഞ്ഞുകൊണ്ട് ഭവനത്തിനകത്തിരിക്കുന്ന സഹോദരിമാരെ കണ്ടുകൊണ്ട് വന്ന അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ വന്ന യഹൂദന്മാർ അവർ കരയുന്നത് കണ്ട് അവരോടും കൂടെ കരയുക. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ. 1, 2, 3
ഹല്ലേലൂയ. 4 ആമേൻ. അതെ, 3 രാവും 3 പകലും. ആമേൻ. യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നതുപോലെ മനുഷ്യപുത്രനും 3 നാൾ ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവൻ അപ്രകാരം പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി ആമേൻ സമർപ്പിക്കപ്പെട്ടവർ ഇതാ 3 നാൾ കഴിഞ്ഞ് 4-ാം നാൾ ഹല്ലേലൂയ ലാസറിന്റെ ഭവനത്തിലെത്തുകയാ. ജീസസ്. ഇന്ന് രാത്രി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കൂടപ്പറപ്പേ, യഹൂദന്മാരെ പോലെ നിന്റെ അവസ്ഥ കണ്ട് പലരും വന്ന് കരഞ്ഞു നിൽക്കുന്നുണ്ടാകാം. അവർക്കൊക്കെ കരയാനേ കഴിയത്തുള്ളൂ. എന്നാൽ അതെ, നീ കരയുന്നതിനോടൊപ്പം കരയുക മാത്രമല്ല, പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരുവൻ ഇന്ന് രാത്രി കരയുന്ന നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ അത് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഉയർപ്പിന്റെ പൊൻപുലരിയിൽ ആമേൻ വാഗ്ദത്ത നിവർത്തിയായി ആമേൻ അതെ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ ഉയർത്തെഴുന്നേറ്റവൻ 3 നാൾ കഴിഞ്ഞ് ചീഞ്ഞ് ജീർണിച്ച് അഴകിപ്പോകുവാൻ, അഴുകിത്തീരുവാൻ, അടിക്കുവാൻ സമ്മതിക്കാതെ കണ്ണുനീരിന് മറുപടിയായി ഓ ജീസസ് ഹല്ലേലൂയ വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ ഹല്ലേലൂയ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. നിന്റെ കരച്ചിൽ കണ്ട്, നിന്റെ കഷ്ടത കണ്ട്, നിന്റെ വേദന കണ്ട് പലരും പലതും പറഞ്ഞു പോയിട്ടുണ്ടാകാം, പലരും കരയുന്നുണ്ടാകാം. എന്നാൽ നിന്റെ കഷ്ടത കണ്ട്, നിന്റെ വേദന കണ്ട് അകന്നു പോകുന്നവനല്ല, തക്ക സമയത്ത് ഹല്ലേലൂയ ഓ നിന്റെ സമീപം വന്ന് അവൻ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, മറുപടി നൽകുവാൻ ശക്തനായവൻ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ചു. ഹല്ലേലൂയ. നിഷേധിക്കാൻ പറ്റാത്ത സത്യം, യാഥാർത്ഥ്യം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. വചനം പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷണത, വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രിയിലും അത് ദൈവശക്തിയായി വെളിപ്പെട്ടു വരുവാൻ പോകുകയാ. ആമേൻ പറഞ്ഞ് കരമടിച്ച് എത്ര വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ കരയുന്ന വിഷയത്തിന് മറുപടി നൽകുവാൻ ശക്തരായവൻ, സകല നിയമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം ഉയർത്തിയവൻ ഇന്ന് രാത്രിയിലും പ്രവർത്തിപ്പാൻ ശക്തരാ. അവിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ചാട്ട് ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷിക്കാധാരമായി ആമേൻ അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 29-ാം വാക്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ശ്രോതാവേ, ആരുമായിക്കോട്ടെ, ഏത് മേഖലയിലുമാകട്ടെ, ഏത് പ്രതിസന്ധിയിലുമാകട്ടെ, ഏത് കഷ്ടതയിലുമാകട്ടെ, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ആമേൻ അതേ പാവന രക്തം കാൽവറിയിൽ ഒഴുക്കി ആമേൻ ചങ്കിലെ ചോര ഊറ്റിത്തന്ന് നിന്നെ മാർവോട് ചേർത്ത് നിർത്തി അവരെ സ്നേഹിക്കുന്ന, മാനിക്കുന്ന, ഉയർത്തുന്ന ഒരുവൻ ഉലകത്തിലുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവാണ്. ഹല്ലേലൂയ. രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു വഴി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഭവനം ഹല്ലേലൂയ കൂടുമ്പോൾ കരച്ചില, പ്രശ്നമാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്നെ ആ നിലയിൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചിന്റെ പദ്ധതിക്കകത്ത് നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും രക്ഷിക്കുവാൻ കഴിയുന്ന ഒരുവനെ കുറിച്ച് ഇന്ന് രാത്രി ആമേൻ ഈ ലൈവിലൂടെ ആമേൻ പ്രസംഗിക്കുവാൻ എന്റെ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. 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 ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. വായിക്കാം. ഹല്ലേലൂയ. വായിച്ചാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന്
ബലം വർദ്ധിപ്പിക്കുന്നു. എത്ര പേരാമേൻ പറയും? ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഭർത്താവിൽ കരം കൊടുത്തുകൊണ്ടൊന്ന് പറഞ്ഞാട്ട. അവൻ ക്ഷീണിച്ചിരിക്കുന്നവര്, അതേ ജീവിത പങ്കാളി ക്ഷീണിച്ചിരിക്കുകയാണോ? കൂടപ്പുറപ്പ് ക്ഷീണിച്ചിരിക്കുകയാണോ? തലമുറകൾ ക്ഷീണിച്ചിരിക്കുകയാണോ? സഹപ്രവർത്തകർ ക്ഷീണിച്ചിരിക്കുകയാണോ? ഉറ്റവരുള്ളവർ ക്ഷീണിച്ചിരിക്കുകയാണോ? ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, ഏത് മേഖലയിലും ആമേൻ ആയിക്കോട്ടെ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ ചേർന്ന് പറ, ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്നു. ആരാണവൻ? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം. ഹല്ലേലൂയ. തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവനെ കൈക്കൊണ്ട അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകി. ഈ അധികാര പരിധിയിലായിരിക്കുന്ന ദൈവവൈദ്യരെ, നീ ക്ഷീണിച്ചിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ ക്ഷീണിപ്പിക്കുവാൻ കച്ചകെട്ടി നിന്നെ പിന്തുടരുന്ന പ്രതിയോഗിയായ പിശാചിന്റെ മുമ്പിൽ ഹല്ലേലൂയ ശക്തിയോടെ നിൽക്കുവാൻ, ഉയരത്തിൽ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുവാൻ ശക്തമായവർക്ക് സാധിക്കും. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ഹല്ലേലൂയ. ഭക്തനിങ്ങനെ പാടി, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നാണിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നാണിയുന്നു ഞാൻ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ 1, 2, 3 എന്നിങ്ങനെ അക്കമിട്ട് എണ്ണി പറയത്തക്ക വിധത്തിൽ ആമേൻ പരീക്ഷകൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, അതെ ആമേൻ യാക്കോബിന്റെ ജീവിതത്തിലാകട്ടെ, അബ്രഹാമിന്റെ ജീവിതത്തിലാകട്ടെ, എന്തിന് യോസെഫിന്റെ ജീവിതത്തിലാകട്ടെ, അതേ സഹോദരങ്ങളുടെ ക്ഷേമം തിരക്കുവാനല്ല, ആഹാരത്തിനുള്ള വകയുമായി സഹോദരങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്ന ആമേൻ അതേ യോസെഫിനെ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ പൊട്ടക്കണത്തിലേക്ക് എടുത്തിട്ട സഹോദരങ്ങൾ. ഹല്ലേലൂയ. അപ്പന്റെ മുമ്പിൽ ആമേൻ ദുഷ്ടമൃഗം അത് തിന്നുകളഞ്ഞെന്ന് അതേ കള്ളക്കഥ ചമച്ചുണ്ടാക്കിയ സഹോദരങ്ങൾ. ഹല്ലേലൂയ. നോക്കണേ, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം. എന്റെ പൊന്നു സഹോദരങ്ങൾ, എന്നോട് ഈ ക്രൂരത കാട്ടിയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവന്റെ ശരീരം ബലമില്ലാതാകുകയാ. ഇന്ന് പകലും അവൻ നീ കഴിച്ച ആഹാരത്തിന്റെ ബലം കൊണ്ട് എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ഹൃദയത്തിനകത്ത് ചില ചിന്തകൾ ദുഷ്ടപിശാച് ചിന്തിപ്പിച്ച നിന്റെ ശരീരത്തെ അതെ ചലിപ്പിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും, ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം ചെയ്തു തീർക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിലും, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, ഭാര്യയോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, കൂടപ്പറപ്പിനോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്തങ്ങൾ അനവധിയുണ്ട്. എന്നാൽ ചലിക്കുവാൻ കഴിയാതെ, എഴുന്നേൽക്കുവാൻ കഴിയാതെ പിശാച് നിന്നെ വിവിധ തലങ്ങളിൽ അതെ ഒതുക്കി കടത്തിയിരിക്കുന്ന, തകർത്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നീ ഒതുങ്ങിപ്പോകാതെ അതെ ശക്തിയോടെ പുറത്തേക്ക് വരുവാൻ ഉതകുന്ന ജീവന്റെ വചന ഇന്ന് രാത്രിയിലോ നിന്റെ കാലിൽ കേൾക്കത്തക്ക വിധത്തിൽ ഈ ലൈവിലൂടെ നീ ഇരിക്കുന്നെടുത്ത് അവൻ സ്വർഗത്തിലെ ദൈവം ക്രമീകരണം ചെയ്തിരിക്കുന്നത് തിരിച്ചറിഞ്ഞ സന്തോഷമുള്ളവർ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തിയെ നൽകുന്നവനാ, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നവനാ. ഇന്ന് രാത്രി ആമേൻ നീ ബലമില്ലാത്തവനായി മാറിയോ? അത് ക്ഷീണിച്ചിരിക്കുകയാണോ? ആദാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി ഈ ആണ്ടിൽ യഹോവയാണ് ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ മഴയും മഞ്ഞും പെയ്യത്തില്ലെന്ന് അതെ ശക്തമായി അത് വിളിച്ചു പറഞ്ഞവന് ഹല്ലേലൂയ ആമേൻ അതെ ഭീഷണിപ്പെടുത്തി ഹല്ലേലൂയ അത് ചൂരച്ചെടിയുടെ തണലിൽ ഒതുക്കിയ ദുഷ്ടപിശാച് ഇന്ന് രാത്രിയിൽ നിന്നെ ഒതുക്കത്തക്ക വിധത്തിൽ നിന്റെ വാക്കുകൾ നിന്റെ കാതുകളിൽ കേൾപ്പിച്ച നിന്നെ ഒതുക്കിയിരിക്കുന്നെങ്കിൽ അതെ നിനക്ക് എന്തെങ്കിലും കാര്യമെന്ന് ചോദിച്ച അതെ ഹാജറിനെ തട്ടി ഉണർത്തിയതുപോലെ ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുക ദൈവം ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ വചനമയച്ച് ശക്തീകരിക്കുന്ന രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച നീ ക്ഷീണിച്ചിരിക്കേണ്ടവനല്ല, നീ ബലമില്ലാതിരിക്കേണ്ടവനല്ല. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുക, ബലഹീനമായതിനെ തെരഞ്ഞെടുത്ത് ശക്തീകരിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം. സ്നേഹിത സഹോദര, നീ ക്ഷീണിച്ചിരിക്കാതെ അത് ശക്തിയോടെ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഉതകേണ്ടതിന് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ
ജീവിത വെളിപ്പെട്ട് വരികയാണ്. അവൻ ക്ഷീണിച്ചു പോകുന്നു. ഹല്ലേലൂയ. ശക്തിയില്ലാത്തവർക്ക് അവൻ എന്ത് ചെയ്യുന്നു? ശക്തിയെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആർക്കാ ശക്തി വേണ്ടത്? ആർക്കാ ബലം വേണ്ടത്? ഹല്ലേലൂയ. അതെ, സഹായം നൽകുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ്. എനിക്ക് സഹായം അവിടെ നിന്നാ വരുന്നേ. ഹല്ലേലൂയ. എന്റെ സഹായം ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാ വരുന്നേ. ഇന്ന് രാത്രി നിന്നെ സഹായിപ്പാൻ ശക്തനായവർ സന്നദ്ധനായിട്ട് നമ്മുടെ നടുവിൽ ഉലാവുന്നുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ മൗനമായി ഇരിക്കാതെ ആദരങ്ങളെ തുറന്ന് കരമടിച്ച് കർത്താവിന് അടുത്ത ഹല്ലേലൂയ കൊടുക്കുന്നതോടൊപ്പം ശ്രോതാവേ, പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ, ആമേൻ, അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഈ ദൈവവചനം ആമേൻ പ്രഘോഷിക്കുന്നത് എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞത് കടമെടുത്ത് ഞാൻ പറയുക. ആമേൻ, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ആമേൻ പലപ്പോഴും ബലമില്ലാതെ ആമേൻ വീട് പോകുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും ക്ഷീണിച്ചു പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ശക്തീകരിക്കുന്ന ദൈവം കൂടെയിരുന്ന് നാളിതുവരെ അത്ഭുതകരമായി വഴി നടത്തി. അതുകൊണ്ടാ ഇന്ന് രാത്രിയിലും ആമേൻ ഈ വചനവുമായി നിൽക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും കൂടപ്പുറപ്പാകട്ടെ, ആമേൻ പ്രിയപ്പെട്ടവരാകട്ടെ, ക്ഷീണിച്ച് തകർന്നു പോകാതിരിക്കുവാൻ ഒന്ന് ഷെയർ ചെയ്യുന്നേ, അവരും കേൾക്കട്ടെ. ഹല്ലേലൂയ. അവരും ബലപ്പെടട്ടെ. ഇന്ന് രാത്രി ആമേൻ നാം ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ ഒരു പാപി മനം തിരിഞ്ഞ മനസാന്തരപ്പെട്ടാൽ ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെടും. ഹല്ലേലൂയ. പ്രതിഫലം നമുക്ക് ഒരുമിച്ച് നിത്യതയിലും ഇവിടെ ഉണ്ടെന്നേ കരമടിച്ച് കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. നിങ്ങൾക്ക് സഹായം നൽകാൻ ദൈവം എപ്പോഴും ആമേൻ തയ്യാറാണെന്ന് അറിയുന്നത് അവനിലുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർ ആ കരം പിടിച്ച് കർത്താവിനെ ഇടയിൽ ആമേൻ ഈ കൈയടിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ പറയുമ്പോൾ ഇങ്ങേർക്ക് വേറെ വല്ല പണിയൊന്നും ഇല്ലേന്ന് ആമേൻ ചോദിച്ചേക്കാം. ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കാനാ കർത്താവിനെ വിളിച്ചേ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ, നിങ്ങൾ ഒരാൾ ഷെയർ ചെയ്താൽ ആമേൻ എനിക്ക് ലോകത്തിന്റെ അറ്റത്തോളം എത്താൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുക, ആകയാ നിങ്ങൾ പുറപ്പെട്ട. ഹല്ലേലൂയ. അപ്പം ആമേൻ കർത്താവിന് ആമേൻ പിതാവായ ദൈവം കൊടുത്ത അധികാരം തിരിച്ചറിഞ്ഞ് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം. എവിടേക്കാ? ലോകത്തിന്റെ അറ്റത്തോളം. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഹല്ലേലൂയ. ഈ സത്യം അവരെ ഗ്രഹിപ്പിച്ച്, അവരെ പഠിപ്പിച്ച്, അവരെ കേൾപ്പിച്ച്, ആമേൻ, അവർ കാണത്തക്ക വിധത്തിൽ, ആമേൻ, അവർ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഈ ആമേൻ ദുഷ്ട ലോകത്ത് ആമേൻ ആയിരിക്കുന്ന ജനത്തെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ ആമേൻ ഈ സന്ദേശവുമായി ലോകത്തിന്റെ അറ്റത്തോളം പോണം. ഹല്ലേലൂയ. അതിന് അവരെ ദൈവത്തിന് ആവശ്യമായിരുന്നു. പ്രിയ ശ്രോതാവേ, പ്രിയ കൂടപ്പറപ്പേ, പ്രിയ ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ മെമ്പേഴ്സേ, ആമേൻ, ഒന്ന് നമുക്ക് ഒരുമിച്ച് ലോകത്തിന്റെ അറ്റത്തോളം ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം എത്തിക്കുക. ഹല്ലേലൂയ. ഒരു ഭാവി ആദ്യം മനസ്സാന്തരപ്പെട്ട സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ. ആമേൻ. അതാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ആമേൻ. ഞാൻ വായിച്ച തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ആമേൻ. ചിലപ്പോൾ ഹല്ലേലൂയ ക്ഷീണവും ബലഹീനതയും ആമേൻ അനുഭവപ്പെടുമ്പോൾ പലരും ഹല്ലേലൂയ പല കാര്യങ്ങളിലേക്ക് തിരിയാറുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിൽ വളരെയധികം പ്രവർത്തനങ്ങളുണ്ട്. ആമേൻ. അവയിൽ ചിലത് നമ്മെ ക്ഷീണിതരാക്കുക, ചിലത് ദുർബലരാക്കുക. ഹല്ലേലൂയ. ആമേൻ. ചിലത് നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കും. ഇവിടെ ആമേൻ ക്ഷീണിതരായിരിക്കുന്ന, ബലഹീനരായിരിക്കുന്ന പലരും അതീതൊരു ഉന്മേഷം പ്രാപിക്കുവാനായി മയക്കുമരുന്ന്, മദ്യം, ആമേൻ എന്നീ ലഹരി പദാർത്ഥങ്ങളിൽ ആനന്ദം കണ്ടെത്തുവാൻ തെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷേ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല, അത് രൂക്ഷമാകുകയാണ്. പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രമത്തെ ആമേൻ
അവൻ ഈ ഇത്യാദി മേഖലകളിലേക്ക് പോകും തോറും ആ കുടുംബം സ്വസ്ഥതയില്ലാതായി, സമാധാനമില്ലാതായി, കൊലപാതകവും അത് തകർച്ചയും നാശവും വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നുവെന്നല്ലാതെ അവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയരേ, ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഇന്ന് രാത്രി വായിച്ച തിരുവചന വേദഭാഗം നിങ്ങൾ അടിവരയിട്ട് ഹല്ലേലൂയ ഒന്നും കൂടെ അത് വായിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇന്ന് രാത്രി വായിച്ച ആ വേദഭാഗം ഒരിക്കൽ കൂടെ വായിക്കാം. നിങ്ങൾ ഈ അവസ്ഥയിലാണെങ്കിൽ ഇന്ന് രാത്രി പ്രാരംഭത്തിൽ വായിച്ച ആ കുറിവാക്യം അണ്ടർലൈൻ ചെയ്ത ആ ശക്തിയെ, ആ ബലത്തെ ഇന്ന് രാത്രി നൽകുവാൻ ശക്തനായ ദൈവത്തെ അറിഞ്ഞ് ഈ ഭൂമിയിൽ ശിഷ്ടായുസ് ജീവിക്കുവാൻ ആഴമേറിയ സമർപ്പണത്തിലേക്ക് ഇന്ന് രാത്രി അതേ വരുന്നുവെങ്കിൽ നിശ്ചയമായും ഈ ലോകത്ത് നിന്ന് ക്ഷീണിച്ച് തകർന്ന് ഒതുങ്ങിത്തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ശിഷ്ടായുസ് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കുവാനും നിത്യതയിൽ ചെല്ലുമ്പോൾ ഇവിടെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നീ ചെയ്തതിന്റെ പ്രോഫിറ്റ്, ബെനിഫിറ്റ് ഇവിടെയും അവിടെയും നീ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. വിശ്വസിക്കുന്നവർക്കാണ് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. വായിക്കാം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ധ്യാനിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. അങ്ങനെ ധ്യാനിക്കുന്നവരെ സഹായിക്കുവാനായി ദൈവം സന്നദ്ധനായി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. സമയമായി സഹോദര, സമയമായി നിന്റെ ക്ഷീണത്തെ അതിജീവിച്ചുകൊണ്ട് ഇവിടുന്ന് ഉയരുവാൻ സമയമായി. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി മാറിയ എനിക്കും നിനക്കും എതിരെ ശത്രുവായ പ്രതിയോഗി എഴുന്നേറ്റ് വെല്ലുവിളിച്ച് കൊലവിളിച്ച് ക്ഷീണിപ്പിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്ക് അവസാനം വരുവാൻ സമയമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരനാഥ മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആസന്നമായി. പ്രിയരേ, ഇന്ന് രാത്രി എത്ര പേർ അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്? ഹല്ലേലൂയ. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. ഇന്ന് രാത്രി എന്റെ ദൈവം നിന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, നീ പോകുന്നിടത്ത് ഞാനും പോകും. ഹല്ലേലൂയ. ഏലിയാവിന്റെ കാലം തൊട്ടേ കേൾക്കാൻ തുടങ്ങിയതാ. ഏലിയാവ് എലീശയോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വരാം. നോ, എനിക്കൊരേ ഒരു ആഗ്രഹം, നിന്റെ മേലുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. അന്നും ആത്മീയ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവരും ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്നവരും, ഹല്ലേലൂയ, ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നവരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിലും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, സമർപ്പിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മറിച്ച് ബാബേൽ ഗോപുരം സ്വർഗത്തോളം ഉയർത്തി പണിയുന്ന അക്കാലത്തെ ജനത്തെ പോലെ ഇന്നും ഹല്ലേലൂയ ഉള്ളവരുണ്ട്. ഹല്ലേലൂയ. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ബലം, ഞാൻ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ട് ഉയർന്നു പോകുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്ത എനിക്ക് മുൻപോട്ട് പോയി മഹിമ കണ്ട സാക്ഷിയ ലോകത്തിന്റെ അറ്റത്തേക്ക് പോകാൻ ഒക്കത്തില്ലെന്ന് കണ്ട സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനോട് കേൾപ്പിച്ച ആ വാഗ്ദത്തത്തെ പ്രാപിക്കുവാൻ കാത്തിരുന്നവരുടെ മേൽ ഉയരത്തിന് അഭിഷേകം വന്നപ്പോ ഹല്ലേലൂയ അവർ ലോകത്തിന്റെ അറ്റത്തേക്ക് സാക്ഷ്യമായി പോകുവാനിടയായി. ഹല്ലേലൂയ. 52 തോമസ് ലീഹ നമ്മുടെ രാജ്യത്ത് എത്തിയത് കൊണ്ട്, ഹല്ലേലൂയ, കേരളത്തിൽ വന്നത് കൊണ്ട് ഈ ഗുഡ് ന്യൂസ് നാം അറിയുവാൻ തക്കവണ്ണം ഇടയായി. ശമരിയിൽ ഫിലിപ്പോസ് പോയത് കൊണ്ട് അവിടെയും ഈ സത്യം അറിയുവാനിടയായി. ഏഷ്യ ഭൂഖണ്ഡത്തിൽ 1-2 മിഷനറി യാത്ര നടത്തിയ പൗലോസ് നിമിത്തം അനേകര് ഈ സത്യം അറിയുവാനിടയായി.
അതുകൊണ്ടത്രേ ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ ഈ സത്യം വിളിച്ചു പറയുന്നത്. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. എന്റെ ബലം, എന്റെ ഗീതം യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. ഉലക മഹാന്മാരിൽ ഒരുവനായി ജനിച്ചവനല്ല യേശു. ശ്രീ യേശു മഹാന്മാരിൽ ശ്രേഷ്ഠനായ മഹാന, പുരോഹിതന്മാരിൽ ശ്രേഷ്ഠനായ മഹാപുരോഹിതരാ. അല്ലെങ്കിൽ അവനെ വെളിപ്പെടുത്തുവാൻ പിതാവായ ദൈവം ഈ ഭൂമിയിൽ ഒരു മറിയ എന്ന് പറയുന്ന സ്ത്രീയെ അവൻ തനിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണമിടയായി. ആ മറിയ സമർപ്പിക്കപ്പെട്ടപ്പോഴാണ് അവളുടെ ഉദരത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാനിടയായത്. ഇന്ന് രാത്രി സമർപ്പിക്കുന്ന സ്നേഹിത, സഹോദര, നിന്നിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ തലമുറയിലൂടെ അനേകരിലേക്ക് ഈ രക്ഷയുടെ സന്ദേശം എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചവളെ, ദൂതൻ അതെ കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. ഹല്ലേലൂയ. നീ ഭാഗ്യവതിയാ. ഹല്ലേലൂയ. ആമേൻ. നീ ഒരു ഭാഗ്യവതിയായി മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നിലൂടെ യേശു അനേകരിലേക്ക് എത്തുവാൻ തക്കവണ്ണമിടയാകട്ടെ. അതിനായി ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ആമേൻ. ഭക്തൻ പറയുക, എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. ഇന്ന് പലരുടെയും ഗീതം എന്തുവാ, പലരുടെയും ബലം എന്തുവാ? കളിക്കണ്ട കേട്ടോ. എന്റെ അമ്മാച്ചനുണ്ട്, എന്റെ അമ്മാച്ചനൊന്ന് വന്നിട്ടുണ്ടല്ലോ, എന്റെ അപ്പനുണ്ട്, അപ്പന്റെ ആൾക്കാരുണ്ട്. കളിക്കണ്ട. എനിക്ക് നല്ല തടിമിടുക്കന്മാരായ മക്കളുണ്ട്, എനിക്ക് നല്ല അതെ ആങ്ങളമാരുണ്ട്. അല്ലെ, കേൾക്കാറില്ലേ? ഹല്ലേലൂയ. എന്നാൽ ഭക്തൻ പറയുന്നത്, എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവനെന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ ഈ കർത്താവിനെ സ്നേഹിക്കും? ഹല്ലേലൂയ. സ്നേഹിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഞാൻ ഐ ലവ് യു എന്ന് എത്ര വട്ടം പറഞ്ഞാലും ഹല്ലേലൂയ, അത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാകുമോ? ഹല്ലേലൂയ. ആമേൻ. അതെ, പറയുന്നത് നല്ലതാ, കേൾക്കുന്നത് നല്ലതാ. എന്നാൽ അതിനേക്കാൾ ഉപരി എന്റെ പ്രവൃത്തി കൊണ്ട് ഞാനത് വെളിപ്പെടുത്തുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ മനസ്സിലായവർ കരമടിച്ച് കർത്താവിനെ എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്നവ ദൈവം തന്നെ. ഇന്ന് രാത്രി എന്റെ ബലമായ ദൈവം, ഹല്ലേലൂയ, എന്റെ ഗീതമായ ദൈവം, എന്റെ രക്ഷയായി തീർന്ന ദൈവം, ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തെ കുറിച്ച് ഭക്തർ അതേ വർണ്ണിക്കുകയാ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കും, എന്റെ വഴിയുടെ കുറവുകളെ ചെയ്യുന്ന ദൈവം തന്നെ. ഹല്ലേലൂയ. ആ ദൈവം എന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി, എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. നീ നിൽക്കേണ്ടടുത്ത് നിന്നെ നിർത്തുമാറാക്കുന്ന നിന്റെ കാലുകൾക്ക് അമ്മേ അതെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി. മാൻപേടകളെ കാലുകളുടെ ബലത്തെ കുറിച്ച് ആമേൻ അറിയുന്നവർക്കറിയാം. ശത്രു ആമേൻ തകർക്കുവാൻ പുറകെ വരുമ്പോൾ ഓടി പാലകളുടെ മറവിൽ ഒളിക്കത്തക്ക വിധത്തിൽ, നീർച്ചാലുകളിലേക്ക് ഓടി മറയത്തക്ക വിധത്തിൽ കാലുകൾക്ക് ബലം നൽകുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശത്രു നിന്ന് തകർക്കുവാൻ പദ്ധതിയിടുമ്പോൾ ശത്രുവിന്റെ പദ്ധതിക്കകത്ത് തകർന്നു പോകുവാൻ അനുവദിക്കാതെ നിന്നെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവം നിന്നെ തകർക്കുമെന്ന് ഭീഷണി മുഴക്കുമ്പോൾ, നിന്നെ ഉയർത്തത്തില്ലെന്ന് വാദിക്കുമ്പോൾ, ഇന്ന് രാത്രി നിന്നെ നിലനിൽക്കുമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവനെന്റെ കൈകൾക്ക് ബുദ്ധ്യാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി. ഹല്ലേലൂയ. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. താഴ്മയുള്ളവർക്ക് അധികം കൃപ നൽകുന്ന ദൈവം. ഹല്ലേലൂയ. വചനം പറയുന്നു, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ആമേൻ. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി അതെ ആ കർത്താവിന്റെ സൗമ്യത ആമേൻ എനിക്ക് നിങ്ങൾക്ക് എന്തായി ഉയർച്ചയ്ക്ക് കാരണമായി. ഹല്ലേലൂയ. നോക്കണമേ, അന്ന് കർത്താവ് ആ ക്രൂശിൽ യാഗമാകും
കൊണ്ടുപോകാൻ സമർപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ നിങ്ങളുടെ അവസ്ഥ എന്തായേനെ? ആമേൻ. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി. ഹല്ലേലൂയ. എന്റെ നരയാണികൾ വഴുതിപ്പോയതുമില്ല. ഹല്ലേലൂയ. നിന്നെ താങ്ങി നിർത്തുന്ന ഒരു നല്ല ദൈവം. ഭക്തൻ പറയുകയാണ്, ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി. ആമേൻ. നീ ചുവട് വെച്ച് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർ നിന്റെ കാല് ആമേൻ അതേ കുരുക്കി ആമേൻ നിന്നെ തകർക്കുവാൻ കളമൊരുക്കി വെച്ചിരിക്കുന്ന ശത്രുവിന്റെ പദ്ധതിക്കകത്ത് കുരുക്കിലകപ്പെട്ട് നീ തകർന്നു പോകുവാൻ അനുവദിക്കാതെ നിനക്ക് വിശാലത വരുത്തുന്ന ഒരു നല്ല ദൈവം. രാത്രി അവനെ സ്നേഹിക്കുന്നവരെങ്കിൽ അതിനുള്ള നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഒരു പുതിയ നിയമ ഇസ്രായേലായി മാറ്റപ്പെട്ടിരിക്കുന്നെങ്കിൽ, നീ പുതിയ നിയമ സഭയുടെ ഒരംഗമെന്ന നിലയിൽ, ഇവിടെ കാണുന്ന ലോക്കൽ സഭയുടെ മെമ്പർഷിപ്പ് എടുത്ത കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല എന്ന് പറഞ്ഞ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമാണ് നീ എങ്കിൽ നിന്റെ പൗരത്വം സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനും വരമ്പും ആമേൻ അതെ കക്ഷിരാഷ്ട്രത്വവും ഹല്ലേലൂയ ആമേൻ ഒക്കെ ഇവിടെ അതെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്ന് വേറിട്ടിരിപ്പിൻ. അതിനകത്ത് ആമേൻ ദുഷ്ടനും പാവിയും ഒക്കെ ഉണ്ടെന്നേ, പരിഹാസിയുണ്ടെന്നേ. രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. സ്നാനപ്പെട്ടവരുടെ കാര്യം പറയുന്നത് കേട്ടോ. പരിഹസിക്കുന്നവരില്ലേ? പാപം ചെയ്യുന്നവരില്ലേ? ദുഷ്ടത ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമില്ലേ? എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എനിക്ക് ഹല്ലേലൂയ എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. അതെ, എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. അത്തരത്തിലുള്ള പ്രതികൂലങ്ങൾ, വൈഷമ്യമേടുകൾ കയറി തളരാതെ അതേ നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന നല്ല നാഥന്റെ സാന്നിധ്യം നാളിതുവരെ അനുഭവിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ചെങ്കിൽ അത് ഓർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നിന്റെ അനുഭവം ഇതല്ലേ? നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഇന്ന് രാത്രി അവൻ വിഷാദം കൊണ്ട് ഉരുകി അവൻ തീരുമെന്ന് എത്രയോ വട്ടം നീ ആവർത്തിച്ച് പറഞ്ഞു. എന്നാൽ അതിനകത്ത് നിന്ന് നിന്നെ നിവർത്തുവാൻ ഇന്ന് രാത്രി നീ കേൾക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ ഭക്തൻ പറയുക, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. അവൻ ഈ പ്രതികൂലത്തിനകത്ത്, ഈ പ്രതിസന്ധിക്കകത്ത്, ഈ ഒറ്റപ്പെടലിനകത്ത്, ഈ പൊട്ടക്കടലിനകത്ത്, ഒത്തിപ്പേരിന്റെ ഭവനത്തിനകത്ത് കാരാഗ്രഹ പ്രമാണിയുടെ കൂടെ ആയിരിക്കുമ്പോ യോസേഫേ എന്റെ കൃപ നിനക്ക് മതി. അല്ല, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കാൻ ഒരിക്കലും ആമേൻ അതെ സമർപ്പിക്കപ്പെടാത്തവനായി അതിനെതിരെ ശക്തമായി നിന്നവരാ. എന്നാൽ സമയമായപ്പോൾ ദൈവം തൊട്ടു. ഇന്ന് രാത്രി സമയമായപ്പോൾ നിന്നെ തൊട്ടത് കൊണ്ടല്ലേ ഇന്ന് രാത്രിയിലോ എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാനും സകലത്തിനും മതിയാകുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും ഈ ഒറ്റപ്പെടലിലും ഞാനാകുന്നുവെന്ന് പറഞ്ഞ അതേ ഫറവോന്റെ അധീനതയിൽ കിടക്കുന്ന ദൈവജനത്തെ പുറത്തേക്ക് നയിക്കുവാൻ മോശെ അയച്ചതുപോലെ നിന്റെ കൂടെ പുറപ്പിനെ, നിന്റെ ജീവിത പങ്കാളിയെ അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആ പൈശാചിക പാരമ്പര്യം കെട്ടി നടക്കുന്ന അവനെ പുറത്തേക്ക് എടുക്കുവാൻ ദൈവം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് അവൻ മോശയെ പോലെ ഒഴിവ് കഴിവ് പറഞ്ഞ് നോക്കിയിട്ട് വിടാതെ കണ്ട് അവൻ അത് സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ അത് ആരെ
വിശ്വസിക്കുന്നു. അവൻ എന്റെ ഉപനിധി എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ഉറക്കളിപ്പിനോ ഒന്നും ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ കഴിയത്തില്ലെന്ന് ഉറച്ചുകൊണ്ട് ചുവടുവെച്ച അപ്പോസ്തലനായ പൗലോസ് സ്ത്രീയെപ്പോലെ എന്നും യാത്ര തുടരുവാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ കൃപ ലഭിച്ച ദൈവജനം ഇന്ന് രാത്രി ഈ കൈകളിൽ ശ്രദ്ധിക്കുമെങ്കിൽ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ അവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ മറ്റൊന്നുമില്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാ. ആമേൻ ആമേൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, എന്റെ കൃപ നിനക്ക് മതി. നമുക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാം. അവൻ 3 വട്ടം അവന്റെ ശരീരത്തിലെ അവസ്ഥയൊന്ന് മാറിക്കിട്ടാൻ പ്രാർത്ഥിച്ചപ്പോൾ ഉയരത്തിലെ ദൈവ അവന്റെ കാതിൽ കൽപ്പിച്ചത് ഇങ്ങനെയാ, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആകയാ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവർത്തിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പ്രിയമുള്ളവരെ, ബലഹീനത ജീവിതത്തിൽ കടന്നു വരുമ്പോ പിറുപിറുക്കുകയല്ലേ, പഴി ചാരുകയല്ലേ, കുറ്റം പറയുകയല്ലേ, തന്നെ ശപിക്കുകയല്ലേ. ഹല്ലേലൂയ. നീ തന്നെ നിനക്ക് കെണിയൊരുക്കുകയല്ലേ. ഹല്ലേലൂയ. എന്താണ് എനിക്ക് മാത്രം, എനിക്കും എന്റെ സഹോദരനും സഹോദരിക്കും മാത്രം അല്ല സ്നേഹിത, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആമേൻ ബലഹീനതയിലൂടെ ആമേൻ കഷ്ടതയിലൂടെ വേദനയിലൂടെ കടന്നു പാപമൊഴികെ സകലത്തിലും ഹല്ലേലൂയ അവൻ നമുക്ക് തുല്യമായി ആമേൻ നമ്മളിൽ അധികമായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ആമേൻ ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഹല്ലേലൂയ. ബാങ്ക് ബാലൻസ് ഇല്ല, 1 സെന്റ് ഭൂമി സ്വന്തം പേരിലില്ല. പലരും ചോദിക്കും ഭാര്യയുടെ പേരിലില്ലേ? ഭാര്യയുടെ പേരിലും ഇല്ല, ഭാര്യയുടെ അപ്പന്റെ പേരിലും ഇല്ല, ഭാര്യയുടെ അമ്മയുടെ പേരിലും ഇല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അമ്മേ അതെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരാ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വെട്ടിപ്പിടിക്കണമെന്നും ഇവിടെ മണി സൗധങ്ങൾ കെട്ടിപ്പൊക്കണമെന്നും ദൈവം തന്ന മക്കളെ ആമേൻ പഠിപ്പിച്ച് ഉന്നതങ്ങളിൽ എത്തിക്കണമെന്നും മട്ടപ്പാവിൽ ഇരുന്നു കൊണ്ട് അവർ അയച്ചു തരുന്ന നന്മ ഉപയോഗിച്ച് രാജാക്കന്മാരെ പോലെ വാഴണമെന്നുമല്ല, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്വത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്താ പ്രാർത്ഥന? ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ നമ്മുടെ ആവശ്യം ഇന്നതെന്ന് സ്വർഗം അറിയുന്നു. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. വിസ്താര ഭയത്താൽ ഞാൻ അതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആമേൻ പാല് ആമേൻ ഇഷ്ടമല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കഫക്കെട്ട് ആമേൻ കവർ പാല് വാങ്ങി കുടിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലായപ്പോ ഞാനത് വാങ്ങിച്ചു കൊടുക്കാതെ, എന്നാ എന്റെ കുഞ്ഞുങ്ങൾ അല്പവും കൂടെ മുതിർന്നു. ആമേൻ അവര് ആമേൻ പാല് കുടിക്കണം, പാല് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ ആമേൻ അതിനുള്ള സാഹചര്യം ആമേൻ പിതാവെന്ന നിലയിൽ ആമേൻ എനിക്ക് പരിമിതിയുണ്ട്. ആമേൻ അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആമേൻ അവരെ സമാധാനിപ്പിക്കുമായിരുന്നു. എന്നാൽ ആമേൻ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ആമേൻ എന്നാൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ
ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, കഴിവുകളില്ലാഞ്ഞിട്ടല്ല, നിരവധി കാര്യങ്ങൾ, ജോലികൾ ചെയ്യുവാനുള്ള പ്രാപ്തിയും ആരോഗ്യവും അറിവും ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ആ മേഖലയിലൂടെ പോകുവാൻ ദൈവം എന്നെ അനുവദിക്കാത്തത് കൊണ്ട് എന്നെ അടുത്തറിയുന്നവർക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, ആമേൻ, കഴിവുകളില്ലാഞ്ഞിട്ടല്ല, അറിവുകളില്ലാഞ്ഞിട്ടല്ല, ആമേൻ. എന്നാൽ അതിലേക്കൊന്നും പോകുവാൻ അനുവദിക്കാതെ, ആമേൻ, വിശ്വസ്തനെ നെണ്ണി ഈ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട്, ആമേൻ, അതിൽ തന്നെ വ്യാപൃതനാകണമെന്നുള്ള ദൈവശബ്ദം, ആമേൻ, ആവർത്തിച്ച് കേട്ടത് കൊണ്ട് സമർപ്പിച്ചു. ഹല്ലേലൂയ. 17 വയസ്സ് മുതൽ ഈ 42 വയസ്സ് വരെ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചു. ഇത് സമ്പാദിക്കുവാനുള്ളതല്ല, ആമേൻ, നിത്യതയ്ക്ക് വേണ്ടി ആളുകളെ വേർതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകിയ വചനം ദാനമായി പ്രസംഗിക്കുവാനുള്ളതാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ചൈത്ര യാത്രയിൽ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. എന്നാൽ ആമേൻ, ഈ അടുത്ത ദിവസം ദൈവം ഒരുക്കിയ അത്ഭുതകരമായ ഒരു കാര്യം പറയുവാൻ ദൈവാത്മാവ് ഏൽപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പറയുക. വിസ്താര ഭയത്താൽ ഞാൻ പേര് പറയുന്നില്ല. ആമേൻ. ഈ അടുത്ത ദിവസം ആമേൻ എന്നെ ആമേൻ ഒരു ഫോൺ കോളിലൂടെ അല്ല, ഞങ്ങൾ ആമേൻ ബൈബിൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ അതേ രാത്രിയുടെ യാമത്തിൽ ആമേൻ ആത്മഭാരത്തോടെ ആമേൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ആമേൻ ഒരു ക്രമീകരണം ചെയ്യുവാൻ ആമേൻ ദൈവം ആമേൻ അതെ അനുവദിക്കുന്നു. അതുകൊണ്ട് ചില ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു. കാരണം എന്തെന്നറിയാമോ? ആമേൻ, എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ഉണർന്നിരുന്ന് ആമേൻ ഒരു പിതാവെന്ന നിലയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവരെ പറയാതെ കണ്ട് ചെയ്തു കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം അപ്പൻ എന്ന നിലയിൽ എനിക്കുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് അത് കഴിയാതെ പോയാൽ ആമേൻ അത് ഞാൻ പരാജയപ്പെടുകയാണ്. ആമേൻ, ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, അനാവശ്യമുണ്ട്. എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾ, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായത്, അവരുടെ ആരോഗ്യത്തിന് ആവശ്യമായത്, അത്യാവശ്യമായത് ഞാൻ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി പറയട്ടെ. ആമേൻ, നിസ്സാര കാര്യങ്ങൾ പോലും എന്നെ അടുത്തറിയുന്നവർ പലരും ഈ ലൈവിൽ ഉണ്ട്. ഒരിക്കൽ ഒരു ബിസ്ക്കറ്റ് മറുഭാഗത്തിരുന്നു കൊണ്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ അതിൽ ഒന്ന് എനിക്കും ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ അടുത്ത രാത്രി ആമേൻ അതെ അതുകൊണ്ട് സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം ഒരുക്കി. ഒരുപക്ഷെ കേൾക്കുന്നവർ ചിരിക്കാം. ഏത് നിസാര കാര്യവും ഹല്ലേലൂയ നൽകി തരുവാൻ ശക്തനായ ഒരു നല്ല അപ്പൻ, അവനാണ് എൻ്റെ ബലം, അവനാണ് എൻ്റെ ശക്തി. ഹല്ലേലൂയ. ഈ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ ഇന്ന് രാത്രിയിലും പറയുന്നതിൽ എനിക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹിത, താഴ്മയോടെ പ്രാർത്ഥനയിൽ അവന്റെ മുമ്പാകെ പോയി ഹല്ലേലൂയ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ചോദിക്കുക. അവൻ ഇപ്പോഴും ഹല്ലേലൂയ അങ്ങനെ ആമേൻ അതെ അവന്റെ സ്വസ്ഥത ഹല്ലേലൂയ അതെ നൽകുവാനും ക്ഷീണിച്ചിരിക്കുന്നവനെ അതെ ശക്തീകരിക്കാനും ബലമില്ലാത്തവനെ ബലപ്പെടുത്തുവാനും തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം ആമേൻ 11-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ആമേൻ അതെ യേശു ആമേൻ അതെ തന്റെ ജീവിതത്തിലൂടെ തന്റെ പ്രവർത്തനങ്ങളിലൂടെ പിതാവായ ദൈവത്തെ ഈ ഭൂമിയിലായിരിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് രാത്രിയിലും എന്റെ സന്ദേശത്തിലൂടെ എന്റെ ശബ്ദത്തിലൂടെ ആമേൻ അതെ പിതാവായ ദൈവത്തെയും ആമേൻ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച പുത്രനായ ക്രിസ്തുവിനെയും ആമേൻ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരുവനോട് കൂടെ കാര്യസ്ഥനായി ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ ആമേൻ ഈ ആമേൻ സാഹചര്യങ്ങളെ ആമേൻ ഈ കഴിവുകളെ ഈ കൃപകളെ ആമേൻ ഈ ലൈവിലൂടെ ആമേൻ ജ്വലിപ്പിക്കുവാൻ വെളിപ്പെടുത്തുവാൻ ആമേൻ എന്നെ സഹായിക്കുന്ന എന്നെ ബലപ്പെടുത്തുന്ന കർത്താവിന് ഒരിക്കൽ കൂടെ സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഈ അരുമനാഥന്റെ സന്ദേശം കേട്ട എക്കാലത്തും അവനെ അനുഗമിക്കുന്ന ആരും അതെ ക്ഷീണിച്ചു പോകുവാൻ തകർന്നു പോകുവാൻ അനുവദിക്കാതെ
ഹല്ലേലൂയ ഇന്നും അനേകരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. വിളി കണ്ടിറങ്ങിത്തിരിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കൺവെൻഷൻ ക്രൂസൈഡുകളിൽ കൈപൊക്കുന്നവരുണ്ട്. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടപ്പോ ഓടിച്ചെന്ന് തൊട്ടതുപോലെ അനേകർ ഓടുന്നുണ്ട്, തൊടുന്നുണ്ട്, വീഴുന്നുണ്ട് ഒക്കെ നല്ലത്. എന്നാൽ കർത്താവ് പറഞ്ഞു, അരികിൽ വരുന്നവരോട് ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവൻ ആകിയ എന്റെ മുഖമേറ്റും കൊണ്ട് എന്നോട് പഠിപ്പി. ഇന്ന് രാത്രി അവനിൽ നിന്ന് പഠിക്കുക, അവനിൽ നിന്ന് ഗ്രഹിക്കുക, അവനിൽ നിന്ന് കേൾക്കുക, അവനിൽ നിന്ന് കാണുക, അപ്രകാരം ജീവിക്കുക. സമർപ്പിക്കപ്പെടുന്നവരാരുണ്ട്? ഫിലിപ്പിയ ലേഖനം 4-9 വാക്യം പറയുന്നു, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പലരും ഇറങ്ങുന്നുണ്ട്, പലരും ഓടുന്നുണ്ട്, പലരും വീഴുന്നുണ്ട്, പലരും പലതും ചെയ്യുന്നുണ്ട്. എന്നാൽ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയ എന്റെ മുഖമേറ്റും കൊണ്ട് എന്നോട് പഠിപ്പിക്കും. എത്ര പേർക്ക് താഴുവാൻ മനസ്സുണ്ട്? അവന്റെ മുഖം ഏറ്റുകൊള്ളുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അവനോട് പഠിക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഭാരം അനുഭവിക്കുന്നവരോട് ഹല്ലേലൂയ, പ്രത്യേകിച്ച് അവരുടെ പാപങ്ങളുടെ ഭാരം. ഹല്ലേലൂയ. നമുക്കറിയാം, ഏദനിൽ ആദം ഹവ്വയും പാപഭാരത്താൽ വൃക്ഷങ്ങളുടെ മറവിൽ ഒളിഞ്ഞിരിക്കേണ്ടി വന്ന സന്ദർഭം. ഹല്ലേലൂയ. അവനിലേക്ക് വരുന്നവരോട്, അവനോട് ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരോട് ഹല്ലേലൂയ താഴ്മയോടെ സൗമ്യമായി ആമേൻ അത് പഠിപ്പിക്കേണ്ടവരോട് ആമേൻ ഹല്ലേലൂയ പിതാവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണമിടയായി. അത്തരക്കാർക്ക് മാത്രമേ, ആ നിലവാരത്തിൽ ആ ക്വാളിറ്റിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ ഏക സത്യ ദൈവത്തെ കുറിച്ചുള്ള അറിവിലേക്ക് വരുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അവൻ വാഗ്ദാനം ചെയ്തത് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. വിശ്രമം. ഹല്ലേലൂയ. ആമേൻ. സ്വയം പരിശ്രമത്തിൽ നിന്നുള്ള വിശ്രമം, അത് വ്യർത്ഥമായ അന്വേഷണം, ശൂന്യമായ പാപകരമായ ജീവിതത്തിന്റെ ഭാരം എന്നിവ പ്രത്യാശ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മെ നയിപ്പാൻ തക്കവണ്ണമിടയാക്കി. എന്നാൽ അങ്ങനെ പ്രത്യാശയില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ ആത്മഹത്യയിലൂടെ സ്വയം ജീവിതം അവസാനിപ്പിക്കുവാൻ എന്ത് ചെയ്യുന്നു? തയ്യാറാകും. ഒരു കൂട്ടർ കൊലപാതകം ആമേൻ കൊലപ്പെടുത്തി സ്വയം നശിക്കുവാൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. നിത്യനാശത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നു. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു ഇങ്ങനെ വിളിച്ചു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ. ഹല്ലേലൂയ. ആമേൻ. ശിഷ്യത്വത്തിന്റെ ജീവിതം ഈ ലോകത്തിലെ അനായാസവും സന്തോഷവും വിജയവും അല്ലെന്ന് ആമേൻ ഒരുപക്ഷെ ഹല്ലേലൂയ തോന്നിയേക്കാം. ഹല്ലേലൂയ. കഷ്ടതയിൽ നിന്നോ ദുരിതത്തിൽ നിന്നോ രക്ഷപ്പെടാമെന്ന് ആമേൻ ക്രിസ്തു തന്റെ ഹല്ലേലൂയ വിശ്വാസികൾ വന്നവരോട് ആരോടും എന്ത് ചെയ്തില്ല? ഉറപ്പിച്ചു പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? മത്തായി സുവിശേഷം ഹല്ലേലൂയ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നോട് കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടതയുണ്ട്. പക്ഷെ അതിനകത്ത് തീരുവാൻ ദൈവം എന്ത് ചെയ്യത്തില്ല? അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ഭൂമിയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തികൾ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ നിർബന്ധമായി കർത്താവ് പഠിപ്പിക്കുകയുണ്ടായി. വായിൽ നിന്ന് പുറപ്പെടുന്നത്, ഹൃദയത്തിൽ നിന്ന് വരുന്ന അത് മനുഷ്യനെ അശുദ്ധമാക്കും. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ
മനുഷ്യനെ എന്ത് ചെയ്യുന്നില്ല? അശുദ്ധനാക്കുന്നില്ല. അവനെ രോഗിയാക്കാം. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ അവന് രോഗം വരാം. പക്ഷേ അവനെ അശുദ്ധമാക്കുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടല്ല. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിച്ചു വന്നതുപോലെ ഇക്കാലത്ത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയുന്നവരുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. എന്താ? ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാതാക്കുന്നത് ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇത് അയൽവക്കത്തുനിന്ന് വരുന്നതല്ല, നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് വരുന്നതാ. ഇന്ന് ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ഹൃദയം വചനത്താൽ നിറയട്ടെ. നിന്റെ അകത്ത് ആരാ വസിക്കുന്നത്? യേശുവാണ് വസിക്കുന്നതെങ്കിൽ ആമേൻ. കൃപയും സത്യവും നിറഞ്ഞവനോ നമ്മുടെ ഇടയിൽ പാർത്തവൻ. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. അവൻ അങ്ങനെയെങ്കിൽ ഇന്ന് വരെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ താങ്കൾ വാസ്തവമായും ഹൃദയത്തിനകത്ത് യേശുവിനെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഹൃദയത്തിനകത്ത് നിന്ന് ഇത്യാദി കാര്യങ്ങളൊക്കെ വെളിയിൽ പോകത്തു. അപ്പൊ ചോദിക്കും, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് ഹല്ലേലൂയ യേശുവിന് വേണ്ടി ഇറങ്ങിയിട്ടു ഹല്ലേലൂയ ഈ സ്വഭാവങ്ങളൊന്നും ആമേൻ മാറാത്തവരുണ്ടല്ലോ. ഹല്ലേലൂയ. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ഹല്ലേലൂയ. അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്ക വന്ന് ആകാശത്ത് നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരിയുന്നു. യോനിയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. പിന്നെ അവൻ അവരെ വിട്ടുപോയി. ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വിശുദ്ധ ദാസന്മാർ ഇതിൽ അവനെ അനുഗമിക്കുകയും അവൻ ചെയ്ത അതേ സത്യം പ്രസംഗിക്കുകയും വേണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും അവൻ പഠിപ്പിച്ചത് പഠിക്കുവാൻ, അവൻ ചെയ്തതിൽ അധികം ചെയ്യുവാൻ ഹല്ലേലൂയ കൃപ ലഭിച്ചിരിക്കുന്നവർ കരവടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രേ എന്ന് ജനം ആർത്തു. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ ഈ ലോക ജീവിതയാത്രയെ ഹല്ലേലൂയ ആമേൻ മിഷണറി പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഭാഗവാക്കാകുന്ന സമയത്ത് പത്രോസ് ആകട്ടെ പൗലോസ്ലീഹയാകട്ടെ അവരുടെ ആമേൻ പ്രസംഗം അനേകർക്ക് അതേ നിത്യതയ്ക്ക് ആമേൻ അതേ ഡോർ ഓപ്പൺ ആകുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവരുടെ കയ്യാൽ നടക്കുന്നത് കണ്ടപ്പോൾ ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. ഹല്ലേലൂയ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടവരും ഹല്ലേലൂയ എന്ന് നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവൻ തന്നെ സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളോട് വിശ്വാസത്തിന്റെ വസ്തുത ആമേൻ അറിയേണ്ടതിന് ആളയച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇത് കഷ്ടങ്ങളിൽ നിന്നും വിശ്രമമല്ല, ആമേൻ, കഷ്ടങ്ങളിൽ എന്ത് ചെയ്യുക? വിശ്രമിക്കുക എന്നാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് ഉപമയിലൂടെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തിനാണെന്നറിയാമോ? അവരുടെ ക്രിസ്തീയ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർ മുമ്പോട്ട് നയിക്കുവാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പാപം ചെയ്യുവാൻ തയ്യാറാകരുത്. ഹല്ലേലൂയ. അവിടുത്തെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കുവാനുള്ള
ആമേൻ. അതെ, അനുതാപവും ആമേൻ തകർന്ന ആത്മഭാരവുമാണ് അവന് വേണ്ടത്. ഹല്ലേലൂയ. ഈ സമയം ആമേൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്ത നിലയിൽ നിന്റെ അകത്ത് ആമേൻ ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ നിന്നെയും ദൈവത്തെയും അകറ്റി നിർത്തിയിരിക്കുന്നുവെങ്കിൽ അനുതാപത്തോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇന്ന് രാത്രി ആ ധൂർത്തപുത്രനെ പോലെ, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയുമോ? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി തകർന്നിരിക്കുന്ന ഹൃദയത്തിനുടമയാണെങ്കിൽ തകർച്ചയ്ക്ക് കാരണമായ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഹല്ലേലൂയ. നിന്നെ ആത്മീയമായി ശാരീരികമായി ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന അരിമനാഥന്റെ കാൽ കീഴിലിരുന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചാൽ, ദാവീദപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച വ്യക്തമായ മിണ്ടാതാക്കാൻ നോക്കിയവരുടെ മുമ്പിൽ കരുണാമയൻ കരുണ കാണിച്ചെങ്കിൽ ഇന്ന് രാത്രി ആക്രോശിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ തകർത്ത് കളയുമെന്ന് നീ ചിന്തിക്കുന്നുവോ? ഒരിക്കലും ചിന്തിക്കേണ്ട. നിന്നെ ആമേൻ മാനിപ്പാൻ വിടുവിപ്പാൻ ശക്തരായവർ. ഹല്ലേലൂയ. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ദൈവം എന്നെ ഏൽപ്പിച്ച അതേ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആമേൻ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി മനം തകർന്നിരിക്കുന്ന അനുഭവത്തിലാണോ? രോഗ സൗഖ്യത്തിന് വേണ്ടി നാളുകളായി നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? വചനം അയച്ച് സൗഖ്യമാക്കുന്നവൻ വചനം പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ശാശ്വത നിവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവർ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതൻ പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മോട് കൂടെ വസിക്കുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ഇവിടെ നിന്ന് കരേറിപ്പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ട് ഇരുത്തേണ്ടതിന് ഞാൻ മടങ്ങി വരും, അതുവരെ നിങ്ങളോട് കൂടെ കാര്യസ്ഥനായി ഇരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ആമേൻ. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. ഹല്ലേലൂയ. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിളയ്ക്കുന്നവരുമായ മനുഷ്യരെ ഞാൻ കാക്ഷിക്കുന്നു. ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ എത്ര പേർ സമർപ്പിച്ചു? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരാണ്, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അതേ, പാപത്തിന് യഥാർത്ഥ മാനസാന്തരവും ദുഃഖവും ഉണ്ടാകുമ്പോൾ പാപം ചെയ്ത വ്യക്തിയെ ദൈവം ക്ഷമിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി യഥാർത്ഥ മാനസാന്തരമല്ലാതെ ഒരു ത്യാഗവും അത് വ്യക്തിക്ക് പ്രയോജനമാവില്ല. അനുതാപത്തിലൂടെ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ എത്ര പേർ തയ്യാറാകും? മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മാനസാന്തരപ്പെടേണ്ട ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഈ സന്ദേശം ഇന്ന് രാത്രിയിലോ വരും ദിവസങ്ങളിലോ കേൾക്കുന്നെങ്കിൽ ആമേൻ മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുക. മാനസാന്തരപ്പെട്ടവരുടെ അകത്ത് നിന്നുള്ള എല്ലാ ദുഷ്ടതകളും എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും നീങ്ങി ഹല്ലേലൂയ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഇടയാകേണ്ടതിന് ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിക്കുക. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ ഭാഗത്തിരിക്കുകയും ചെയ്തിരിക്കുകയാ. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് പൊരുതി ജയിക്കുവാൻ, പോരാടി ജയിക്കുവാൻ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് കൂടെ എന്റെ കൃപ
ബലഹീനതയിൽ ദൈവശക്തിയാൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള അവന്റെ ത്യാഗനിമിത്തം കൃപ ഇപ്പോൾ വാഴുന്നു. ഹല്ലേലൂയ. പാപം മരണത്താൽ വാഴുന്നതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യ ജീവനായി വാഴേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ആമേൻ വരുവാൻ അവിടുന്ന് നമ്മെ ഹല്ലേലൂയ പഠിപ്പിക്കുകയാണ്. താഴ്മയോടെ വിനയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർ ഇവണ്ണം പ്രാർത്ഥിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നോക്കിക്കേ, പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പാർട്ട് എന്താ? ഞങ്ങളുടെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. സെക്കൻഡ് പാർട്ട്, നിന്റെ രാജ്യം വരണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ആമേൻ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ഭൂമിയിൽ കൈപ്പായിരിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹല്ലേലൂയ. യാചിപ്പി, പ്രാർത്ഥിക്ക് സഹോദരങ്ങളെ, ആരാധിക്ക് പ്രിയമുള്ളവരെ. ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടും. യാചിപ്പി, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പി, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവി, നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഇടുക്കുവാതിലുകളുടെ അകത്ത് കടപ്പിൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ പ്രാർത്ഥിപ്പാൻ എത്ര പേർ തയ്യാറാകും? അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അതേ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ അതേ പിതാവായ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയ രക്ഷയുടെ പദ്ധതി തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ആ ക്രിസ്തുവിലൂടെ ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ഇന്ന് രാത്രി നിങ്ങളെ നയിപ്പാൻ ശക്തരായവൻ. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ കരുണയും കൃപയുമാണ്. പാപത്തെ ചെറുക്കുവാൻ നാം ശക്തമായിരിക്കണം. പാപം ചെയ്താൽ ക്ഷമിക്കുക. ഹല്ലേലൂയ. ദൈവശക്തനാണ്. കൃപ നമുക്ക് നൽകുവാൻ കഴിയുന്ന ശക്തി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ബലഹീനതയിൽ പരാജയപ്പെടുമ്പോൾ നമുക്ക് അനുകമ്പയും കരുണയും ആവശ്യമാണ്. ആമീൻ. നാം പ്രപഞ്ചത്തിന്റെ സിംഹാസനത്തിൽ ആമീൻ വരുന്നതിനാൽ നിലനിൽക്കുന്ന ഒരു ശക്തിക്ക് നമുക്ക് ആവശ്യമുള്ളത് നൽകുന്നതിൽ നിന്ന് ദൈവത്തെ തടയുവാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ആ ഉറപ്പുള്ളവർ കടപിടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണം. ഇന്ന് രാത്രി എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തത്. ഹല്ലേലൂയ. ആത്മവിശ്വാസത്തോടെ നമ്മെ പ്രചോദിപ്പിക്കുവാനും വിശ്വാസത്തോടെ അവിടുത്തെ മുമ്പിൽ വരുവാനും ഇനിയും എത്രത്തോളം സത്യം നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു, അറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എത്രയോ ആവശ്യമാണ്. വിശ്വസ്തനായ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇന്നും ശക്തരാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ മകളായി ജീവിക്കുവാൻ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. അതിനാൽ നിങ്ങൾക്ക് അവനിൽ വിശ്വസിക്കാം. തന്റെ ഏകജാതനായ പുത്രനെ ലോകമെമ്പാടും അവൻ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിലും വരുവാനിരിക്കുന്ന ജീവിതത്തിലും നമുക്ക് ആവശ്യമെല്ലാം നൽകുവാൻ അവൻ പ്രാപ്തനാണ്. ഹല്ലേലൂയ. അവന്റെ പിന്തുണ ലഭിച്ചതിന് ശേഷം അവനെ സ്തുതിക്കുവാനും അവനെ ആരാധിക്കുവാനും എപ്പോഴും അവന്റെ കൂട്ടായ്മയിൽ വ്യാപൃതരായിരിക്കുവാനും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവനിൽ വിശ്വസിക്കുവാൻ കഴിയുന്നവർ
മറ്റുള്ളവരെ ആമേൻ അതെ ഈ സത്യം അറിയിക്കുവാൻ. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനായി ഹല്ലേലൂയ ആത്മാക്കളെ നേടുവാൻ ഹല്ലേലൂയ അവൻ നിങ്ങളെ നിരന്തരം അനുഗ്രഹിക്കുകയും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അത് കൈപിടിച്ചുയർത്തുകയും ചെയ്യും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിനെ എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധ നിത്യന നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഞങ്ങളോടുള്ള സ്നേഹത്തെ അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. താഴ്മയോടെ അങ്ങയുടെ സന്നിധി മുഴങ്ങാൽ മടക്കിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഈ ലോകത്തിൽ നിന്ന് ലഭിക്കാത്ത സമാധാനവും സന്തോഷവും നിത്യമായി അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. പലപ്പോഴും പാവങ്ങളിൽ ആമേൻ അതേ കുടുങ്ങി തകർന്ന് ഞങ്ങൾ ക്ഷീണിതരായി ദുഃഖിതരായി ജീവിക്കുവാൻ, അതേ ഞങ്ങളെ തകർക്കുവാൻ, അതേ ബലവിരിച്ച് ഞങ്ങളെ പിന്തുടരുന്ന പൈശാചിക ശക്തിയോട് എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ പലപ്പോഴും അത് ക്ഷീണിച്ചിരിക്കുന്ന നലിന്ന രാത്രി അങ്ങനെ ആയിരിക്കുന്നവരെ ശക്തീകരിപ്പാൻ ബലപ്പെടുത്തുവാൻ ഉതകുന്ന ജീവന്റെ വചനം അവയെ കേൾപ്പിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. താഴ്മയോടെ വിനയത്തോടെ സൗമ്യതയോടെ ആയിരിക്കാൻ എല്ലാവരെയും സഹായിച്ചു. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുക. ഹല്ലേലൂയ. അതേ വെല്ലുവിളിയുടെ മുമ്പിൽ പരാജയപ്പെടുന്നവരായിട്ടല്ല, ജയാളിയായി മുന്നോട്ട് പോകുവാൻ ഉയരത്തിലെ കൃപ അധികമായി നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ. നിരന്തരം അവരുടെ ജീവിതത്തിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സകല പൈശാചിക വെല്ലുവിളികളെ പോലും അതിജീവിച്ച് മുൻപോട്ട് പോകുവാനുള്ള ഉയരത്തിലെ കൃപ രാത്രി സമർപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും സ്വർഗം പകരണമേ. അവിടെ നൽകിയ ആജ്ഞാധികാരം ഉപയോഗിച്ച പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വചനം കേട്ട സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഞാൻ അനുഗ്രഹിക്കും. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്തു, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം കൊടുത്തു, സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത കൊടുത്തു, തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ കൊടുത്തു, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത, ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്ത, അങ്ങനെ വിവിധ വിഷയത്തിൽ ഭാരത്തോടായിരിക്കും ആരെങ്കിലും ഇന്ന് രാത്രി അവിടുത്തെ വിളി കേട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ ആശ്വാസം അനുഭവിപ്പാൻ, ആ നിത്യജീവൻ അവകാശിയാകുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കും. പുത്രനായ യേശുവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആമേൻ. അതേ, സ്നേഹദിനം പ്രയർ ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം പങ്കുവെച്ച് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഇത്രത്തോളം സമയം ഈ ലൈവിലൂടെ ദൈവവചനം ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദി വന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ശുഭരാത്രി.